ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും എന്റെ കൊച്ചുകഥയിലേക്ക് സ്വാഗതം. ഭാരമേറിയ പിടിച്ചും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് യാത്ര പുറപ്പെട്ട ക്രിസ്തുനാഥൻ വഴിമത്തി പല പ്രാവശ്യം വീഴുകയുണ്ടായി. അത് കണ്ടു നിന്നിരുന്ന സ്ത്രീജനങ്ങൾ അലമുറയിട്ട് പൊട്ടിക്കരയുകയും ആശ്വാസവാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്തു. അവിടെ നോക്കി ക്രിസ്തുനാഥൻ ഇപ്രകാരം അരുൾ ചെയ്തു: ഓ സ്ലേം പുത്രികളെ, ജെറുസലേം പാതകളെ, കരയരുതേ, നിങ്ങൾ കരയരുതേ, എൻ കഥനത്തിൻ കഥയാലേ. പാപികളെ, നിങ്ങൾ സ്വർഗരാജ്യം തേടിടുവിൻ. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി കണ്ണീർ തൂകി കരഞ്ഞുകൊള്ളുവിൻ. ക്രിസ്തുനാഥൻ വീണത് കണ്ടിട്ട് മാത്രമായിരുന്നില്ല, പ്രത്യുത ആ കുരിശിന്റെ ഭാരം കണ്ടിട്ട് കൂടിയായിരുന്നു പ്രസ്വസികൾ പൊട്ടിക്കരഞ്ഞത്. ഒരാൾക്കെടുക്കുവാൻ വയ്യാത്ത അത്ര ഭാരം ക്രിസ്തുവിന്റെ കുരിശിനുണ്ടെന്നായിരുന്നു പണ്ഡിതമതം. ഭാരം, വല്ലാത്ത ഭാരം, ചുമലിലേറ്റാൻ വയ്യാത്ത ഭാരം. ക്രിസ്തുനാഥൻ ചുമന്ന ഈ കുരിശിന് ഇത്രയധികം ഭാരം എങ്ങനെയുണ്ടായി? അതിന് പിന്നിലുള്ള കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന മരക്കുരിശ്. ഇത് വെറുമൊരു കഥയല്ല, 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 കാര്യമാണ്. കഥനം തുളുമ്പുന്ന കാര്യമാണ്. കണ്ണുനീർ കായലിൽ നീന്തിപ്പിടയുന്ന കരളിന്റെ നീറുന്ന ഗാനമാണ്. ക്രിസ്തുവിന്റെ കാലം ജെറുസലേം ഉൾപ്പെടുന്ന പലസ്തീൻ പ്രദേശങ്ങൾ മുഴുവൻ റോമാക്കാരുടെ ഭരണത്തിന് കീഴിൽ അമർന്നിരുന്നു. അവരെ ഭരിച്ചിരുന്നത് മാറി മാറി വരുന്ന റോമൻ ഗവർണർമാരും പടയാളികളും കൂടിയായിരുന്നു. അവർ അന്യായമായ നികുതി ചുമത്തിയും പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ചും സുഖഭോഗങ്ങളിൽ മുഴുകിയും കാലം കഴിച്ചുകൂട്ടി. ഇതിനെതിരെ സമരം ചെയ്യുവാൻ ഒരു സംഘം യുവജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നു. അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് ബറാബാസ് എന്നൊരു ചെറുപ്പക്കാരനായിരുന്നു. അതെ, ബറാബാസ് മന്ദസ്മിതം തൂകി മാടി വിളിക്കുന്ന സുന്ദര രൂപേനുമായിരുന്നു. കരുതിങ്ങി ഒഴുകുന്ന കാട്ടാറു ചോലകൾ കരുതുള്ളിപ്പോകും അനീതി കണ്ടാൽ, കരുതുള്ളിപ്പോകും അനീതി കണ്ടാൽ. റോമക്കാരുടെ അനീതിക്കെതിരെ ഉഗ്ര പോരാട്ടം നടത്തിയിരുന്ന ബറാബാസ് തരം കിട്ടുമ്പോഴെല്ലാം കണ്ണിൽ കാണുന്ന റോമക്കാരെ കൊല്ലുകയും അവരുടെ വസ്തുവകൾ കൊള്ളയടിക്കുകയും ചെയ്തു. അങ്ങനെ ബറാബാസ് ഒരു കൊള്ളക്കാരനായി മുദ്രയടിക്കപ്പെട്ടു. ബറാബാസ് ആകട്ടെ പാതിരാവിൽ വഴികളിലൂടെ പതിവായിറങ്ങി നടന്നു. വീടുകൾ തോറും വീതികൾ തോറും പതികൻ കയറിയിറങ്ങി. അങ്ങനെ കൊലവിളി നടത്തി ജൈത്രയാത്ര തുടരുന്ന ആ കാലഘട്ടത്തിൽ ബറാബാസ് ഒരു ദിവസം അകലയക്കുന്നിൽ ചരുവിലായി നിൽക്കുന്ന മൺകുടിലിൽ ഒന്നിൽ കടന്നു ചെന്നു. റാന്തൽ വിളക്കിന്റെ മങ്ങിയ ശോഭയിൽ പാവം മനുഷ്യൻ കിടന്നുറങ്ങി. റോമക്കാർക്ക് വേണ്ടി മരക്കുരിശുകൾ നിർമ്മിച്ചു കൊടുത്തിരുന്ന ഒരു തച്ചനായിരുന്നു ആ മൺകുടിലിരുന്ന് തടികൾ മുറിച്ചിരുന്നത്. ആ തച്ചന്റെ സമീപം അദ്ദേഹത്തിന്റെ പേരക്കിടാവും കിടന്നുറങ്ങിയിരുന്നു. ഈ കുരിശ് നിർമ്മാണം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. ബറാബാസ് അലറി. ബറാബാസിന്റെ അലറുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടി ഉണർന്നു. അവന്റെ ജ്വലിക്കുന്ന കണ്ണുകളിൽ നിന്നും തീപ്പൊരി ചിതറുന്നത് കണ്ട് ആ പിഞ്ചു ബാലൻ ദീനദീനം കരഞ്ഞുകൊണ്ട് കരുണയ്ക്കായി ഇപ്രകാരം യാചിച്ചു: അരുതേ
എൻ മുത്തച്ഛൻ പാപമാണേ, ഞങ്ങളിൽ എന്നും കനിയേണമേ. ബറബ്ബാസ് സ്വല്പസമയം ചിന്തിച്ചു. ശരി തന്നെ, വൃദ്ധൻ മരിക്കാറായിരിക്കുന്നു. എന്നാൽ ഈ ബാലനാകട്ടെ വളർന്നു വരുമ്പോൾ ആയിരക്കണക്കിന് കുരിശുകൾ നിർമ്മിച്ചേക്കാം. ഇവനെ തന്നെ വകവരുത്തിയേക്കാം. ഉടൻ തന്നെ അടുത്ത് കിടന്ന ഒരു ഉരുളൻ തടിയെടുത്ത് ആ പിഞ്ചു ബാലിന്റെ തലയിൽ ആഞ്ഞൊടിച്ചു. തലയോട്ടി പൊട്ടിച്ചത് രക്തം ധാരധാരയായി ഒഴുകി. ബറബ്ബാസ് തിരിഞ്ഞിറക്കുമ്പോൾ ആ പാവപ്പെട്ട വൃദ്ധന്റെ തേങ്ങിക്കരച്ചിൽ മാത്രം കാതുകളിൽ മുഴങ്ങിക്കേട്ടു. പക്ഷികൾ പാടിയില്ലാടിയില്ലാനില, ഇക്ഷിതി തന്നെ മരവിച്ച പോലെയായി. പക്ഷികൾ പാടിയില്ല, മാല്യകൾ പോലും ആടിയില്ല. പ്രകൃതി മുഴുവൻ മരവിച്ചതുപോലെ ബറബ്ബാസിന് തോന്നി. അങ്ങനെ ദിനരാത്രങ്ങൾ പലത് കഴിഞ്ഞു. കാലമാകുന്ന പക്ഷി വളരെ വേഗത്തിൽ പറന്നുയർന്നു. ജനലക്ഷങ്ങളെ പേടിപ്പെടുത്തി കഴിഞ്ഞ ബറബ്ബാസ് റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ടു. തടവറയുടെ കനത്ത ഭിത്തികൾക്കുൾ അമർന്നപ്പോഴും അവൻ പടയാളികളെ മാറി മാറി ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ പീലാത്തോസിന്റെ ഏതാനും ദൂതന്മാർ ഒരു ദിവസം മലയടിവാരത്തിലുള്ള ആ മൺകുടിലേക്ക് കടന്നു ചെന്നു. ആ തച്ചൻ അഗതിരെ സ്വാഗതം ചെയ്ത് കാര്യമന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 കുരിശുകൾ വേണം. 1 2 3 വേണം. 3നും കനമുള്ള തടികൾ വേണം. ഇന്ന് വേണം കുരിശിന്ന് വേണം. ഒന്നിച്ചെടുക്കുവാൻ കിഴിവ് വേണം. 3 കുരിശുകൾ ഒന്നിച്ചെടുക്കുവാൻ കിഴിവ് വേണം പോലും. അതായത് കമ്മീഷൻ. എന്തിനും എല്ലാറ്റിനും കമ്മീഷൻ. ഇന്നത്തെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. മണ്ണ് വാങ്ങാൻ കമ്മീഷൻ, പെണ്ണ് കിട്ടാൻ കമ്മീഷൻ, മണ്ണും പെണ്ണും കിട്ടിപ്പോയ സ്വർണം വാങ്ങാൻ കമ്മീഷൻ. ശരിക്കും പറഞ്ഞാൽ ആണും പെണ്ണും കൂടെ ഇരിക്കെ ലോകമെല്ലാം കമ്മീഷൻ. ആശാരി ജിജ്ഞാസാപൂർവം ചോദിച്ചു, അതെ, ആർക്കൊക്കെയാണ് ഈ കുരിശുകൾ? ദൂതന്മാർ മറുപടി പറഞ്ഞു, ലാസറസ്, ബറബ്ബാസ്, ഡീസ്മസ്. 3 കള്ളന്മാർ. 3നെയും ഒറ്റയടിക്ക് തട്ടാനാണ് വിധി. ഒന്നിച്ചായാൽ എളുപ്പമുണ്ടല്ലോ. ബറബ്ബാസ് എന്ന് കേട്ടപ്പോൾ ആ പാവപ്പെട്ട തച്ചന്റെ കണ്ണുകൾ വികസിച്ചു. എന്ത്? ബറബ്ബാസിനെയും പിടികൂടിയെന്നു? ആ ദുഷ്ടനാണ് എന്റെ പേരക്കിടാവിനെ നിഷ്കരണം കൊലപ്പെടുത്തിയത്. അവനോട് പ്രതികാരം ചെയ്യുവാൻ പറ്റിയ അവസരം തന്നെ. എന്തെങ്കിലും ചെയ്തു കൊള്ളുക. ദൂതന്മാർ നിസ്സാരഭാവത്തിൽ മറുപടി പറഞ്ഞു. ഉടൻ തന്നെ കാതൽ മുറ്റി നിന്നിരുന്ന ഒരു ഉരുളൻ തടിയെടുത്ത് അത്യന്തം ഭാരമേറിയ മരക്കുരിശ് ബറബ്ബാസിനായി നിർമ്മിച്ചു. ബാക്കി 2 വെറും പൊങ്കു തടികളായിരുന്നു. എന്നിട്ട് മാറിപ്പോകാതിരിക്കുവാൻ 3ലും പേരുകൾ കുത്തിവെപ്പിച്ചു. ദൂതന്മാർ മരക്കുരിശുകളുമായി മുന്നോട്ട് നീങ്ങി. അവർ പീലാത്തോസിന്റെ കൊട്ടാരത്തിലെത്തി. അതാ അവിടെ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നു. അവരുടെ മധ്യേ ഒരു മനുഷ്യൻ തല കുമ്പിട്ട് നിൽക്കുന്നു. ജനക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പറയുന്നു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. ദൂതന്മാർക്ക് ആളെ മനസ്സിലായി. ഏതാനും ദിവസം മുമ്പേ ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് ജനങ്ങൾ ഓശാന പാടി സ്തുതിച്ച അതേ മനുഷ്യൻ, ക്രിസ്തുനാഥൻ. ജനങ്ങൾ വീണ്ടും വിളിച്ചു പറഞ്ഞു, ബറബ്ബാസിനെ മോചിപ്പിക്കുക, ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുക. ഗത്യന്തരമില്ലെന്ന് കണ്ട പീലാത്തോസ് സ്വന്തം കൈകൾ കഴുകിക്കൊണ്ട് ബറബ്ബാസിനെ മോചിപ്പിച്ചു, ക്രിസ്തുവിനെ മരണത്തിനായി വിധിച്ചു. ബറബ്ബാസിനായി കൊണ്ടുവന്ന കുരിശ് ക്രിസ്തുനാഥന്റെ തോളിൽ എടുത്തു വയ്ക്കുക യഹൂദ പ്രമാണികൾ ഉത്തരവിട്ടു. അങ്ങനെ അത്യധികം ഭാരമേറിയ മരക്കുരിശ് ക്രിസ്തുനാഥന്റെ തോളിൽ എടുത്തു വയ്ക്കപ്പെട്ടു. നരബലി കാണാൻ കൊതിയായി കൂടിയ ജനതകളൊന്നായി നിരയായി നാഥനു ജീവൻ ബലിയായി. എന്റെ എളിയ കഥാപ്രസംഗം കേട്ട നിങ്ങൾക്ക് എവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.